ഇവിടെ എൻ്റെയും എൻ്റെ മക്കളെയും ഫേവറേറ്റ് സാധനമാണ് കേട്ടോ കുനാഫ. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കി കഴിക്കുന്നൊരു സാധനമാണ്. പിന്നെ ഇടയ്ക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കും. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണെങ്കിലും കുറേ ആൾക്കാർ ഞാനിത് വേമസലി വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ വേമസലി വെച്ചിട്ട് ഉണ്ടാക്കിയാൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ ഇതിന്. അപ്പോൾ ആദ്യം കുനാഫാഡോ നല്ലപോലെ ചെറുതാക്കി കട്ട് ചെയ്യണം. വേണമെങ്കിൽ എനിക്ക് ചോപ്പറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ടും എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ബട്ടർ കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്ങിനായിട്ട് ഞാനിപ്പം ക്രീം ചീസും മിൽക്ക് മെയ്ഡും കുറച്ച് ഇവാപ്പറേറ്റഡ് മിൽക്കും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മിക്സിന് പകരം കുറച്ച് പാലിലേക്ക് കുറച്ച് കോൺഫ്ലോറും മിൽക്ക് പൗഡറും പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും പാടി മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുക്കിയെടുത്തിട്ട് അതും യൂസ് ചെയ്യാം. ഇനി ഒരു പാനിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു കുനാഫ ഡോ ഉണ്ടല്ലോ, അത് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ ഈ ഒരു ക്രീം ചീസിൻ്റെ ഈ ഒരു മിക്സും പാടി നല്ലപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്രീം ചീസ് അത്യാവശ്യം നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ കുനാഫ ഡോ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ഇനി ഒരു കപ്പ് വെള്ളത്തിലേക്ക് കുറച്ച് പഞ്ചസാരയും 2 ഏലക്കായും കുറച്ച് ലൈമും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ ഷുഗർ സിറപ്പ് റെഡിയായി. അപ്പോഴേക്കും നമ്മൾ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 സൈഡും 5 മിനിറ്റ് വീതം ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുത്തതാണ്. ഇതന്നെ നിങ്ങൾക്ക് എയർ ഫ്രയറിലും ഓവനിലും ചെയ്തെടുക്കാം കേട്ടോ. ഇതിലെ ഫില്ലിംഗ് ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ട്രൈ ചെയ്ത് നോക്കല്ലേ.